തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കഴിഞ്ഞതിന് പിന്നാലെ സംസ്ഥാനത്ത് പലയിടങ്ങളിലും സംഘർഷം. തൃശൂരിൽ ആഹ്ലാദ പ്രകടനത്തിനിടെ ബിജെപി പ്രവർത്തകന് കുത്തേറ്റു. കണ്ണൂരിൽ വടിവാളുമായി അക്രമം നടത്തിയ സംഭവത്തിൽ 5 പേർ പിടിയിലായി. കോഴിക്കോട് ഫറൂഖിൽ സിപിഎം നേതാവിന്റെ കൊലവിളി പ്രസംഗവും മലപ്പുറത്ത് സിപിഎം നേതാവിന്റെ സ്ത്രീവിരുദ്ധ പ്രസംഗവും വിവാദമായി. ഏരിയ കമ്മിറ്റി അംഗം സമീഷിന്റെയും മറ്റ് നേതാക്കളുടെയും പ്രകോപനപരമായ പ്രസംഗം തുടർന്നാൽ വീട്ടിൽ കയറി നിരങ്ങുമെന്നടക്കമുള്ള മുദ്രാവാക്യങ്ങളാണ് ഉയർന്നത്. കോഴിക്കോട് ഫറോക്ക് മുനിസിപ്പാലിറ്റി 39-ാം വാർഡിൽ മുസ്ലിം ലീഗിന്റെ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ പടക്കം പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട് സംഘർഷമുണ്ടായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് സിപിഎം നടത്തിയ പ്രകടനത്തിനിടെയാണ് സിപിഎം ബേപ്പൂർ ഏരിയ കമ്മിറ്റി അംഗം സമീഷിന്റെയും മറ്റ് നേതാക്കളുടെയും പ്രകോപന പ്രസംഗങ്ങൾ. ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം നിങ്ങൾ സൃഷ്ടിച്ചാൽ നാളെ ഇവിടെ മുസ്ലിം ലീഗ് കരിദിനം ആചരിക്കേണ്ടി വരും. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങളുടെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രമാണ്. ഞങ്ങൾക്ക് അരിവാൾ കൊണ്ടും ചില പരിപാടി അറിയാം. അത് ഫറോക്ക് മുനിസിപ്പാലിറ്റിയിൽ 4 വാർഡുകൾ സിപിഎമ്മിൽ നിന്ന് മുസ്ലിം ലീഗ് പിടിച്ചെടുത്തിരുന്നു. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ വിജയാഹ്ലാദ പ്രകടനത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ബിജെപി പ്രവർത്തകനായ വിഷ്ണുവിന് കുത്തേറ്റു. ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ബിജെപി ആരോപണം. കണ്ണൂർ പാറാട് ഫലപ്രഖ്യാപനത്തിന് ശേഷമുണ്ടായ സംഘർഷത്തിൽ അറസ്റ്റിലായ സിപിഎം പ്രവർത്തകരെ കോടതി റിമാൻഡ് ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേരെയാണ് കൊളവല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിലെ മറ്റു പ്രതികൾ ഒളിവിലാണെന്നും അവർക്കായി തെരച്ചിൽ നടക്കുന്നുണ്ടെന്നും പോലീസ് അറിയിച്ചു. മലപ്പുറം തെന്നലയിൽ സിപിഎം ലോക്കൽ സെക്രട്ടറി സ്ത്രീകൾക്കെതിരെ അധിക്ഷേപകരമായ പരാമർശം നടത്തിയതായാണ് പരാതി ഉയർന്നത്. വാർഡ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി എന്നെ കുടുംബത്തിൽ നിന്ന് കെട്ടിക്കൊടുത്ത പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കാഴ്ചവെക്കാനല്ല എന്നത് ഞാൻ അവസരം ഉറപ്പിക്കുകയാണ്. തെന്നല പഞ്ചായത്ത് 1-ാം വാർഡിൽ നിന്ന് വിജയിച്ച LDF സ്ഥാനാർത്ഥിയും സിപിഎം ലോക്കൽ സെക്രട്ടറിയുമായ KV സയ്യിദ് അലി മജീദിനെതിരെയാണ് വനിതാ ലീഗും യൂത്ത് ലീഗും പോലീസിൽ പരാതി നൽകിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കോഴിക്കോട്.